6:50. 6:50 ആണ് ടൈം. ഞാൻ ക്ലോക്കിൽ പക്ഷെ നോക്കാൻ ഞാൻ പറയാം. 6:50 അല്ല, 6:50 ആവുന്നുള്ളൂ. അപ്പൊ ഇന്ന് കുഞ്ഞൊരു നൈറ്റ് വ്ലോഗാണ്. രാത്രി നമ്മളിന്ന് 12 മണി വരെങ്കിലും കിടക്കുമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ വീഡിയോ. ഉറങ്ങാതെ 12 മണി വരെ ഇരിക്കുമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ്. പടം വരയ്ക്കുന്നു, ഉണ്ടാക്കുന്നു. നമ്മളിപ്പൊ ചെയ്യാൻ പോകുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ്. പടം വരയ്ക്കുന്നതും എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുവാണ്. കല്ലു ചേച്ചിന്റെ പടം വരയ്ക്കുന്നു. ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. സാധനങ്ങൾ എടുത്തു. അപ്പൊ ഗായ്സ്, ഞാൻ കല്ലൂർ കളേഴ്സ് കൊടുക്കണം. എനിക്ക് കല്ലൂർ വരയ്ക്കാനായിട്ട് ഈ കളർ പെൻസിലും എനിക്ക് ഡോംസിന്റെ ഓയിൽ പേസ്റ്റുമാണ്. ഇത് രണ്ടും വെച്ചല്ലേ കളർ ചെയ്യാൻ പോകുന്നത്. സ്കെച്ച് ഒന്നും വേണ്ടല്ലോ. സ്കെച്ച് ഇല്ലാതെ ഇത് രണ്ടും വെച്ചാണ് കളർ. പിന്നെ ഇത് ഈ ഓയിൽ പേസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 50 ഷെയ്ഡ്സ് ഉള്ളതാണ്. ഇതും ഡോംസിന്റെ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കളർ പെൻസിലാണ്. 24 ഷെയ്ഡ്സ് ഉള്ള. പിൻ ചെയ്ത് കൊടുത്തേക്കാണ്. ഫാബ്രിക് കാസ്റ്റിംഗ് ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ചെറിയ കല്ല് പടം പെൻസിൽ കാണിച്ചു തരും കല്ലു ചേച്ചി. അപ്പൊ നമ്മളിങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസും സെന്റിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടത് കാർഡ്ബോർഡ് പീസും പിന്നെ ഇതേണ്ടി ഇങ്ങനത്തെ ഒരു മറ്റേ നമ്മുടെ ബോട്ടിലിൻ്റെ ഇങ്ങനത്തെ എന്ത് ബോട്ടിലാണേലും നമ്മൾ ഇതേപോലെ പകുതി ആ ലാസ്റ്റ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് സൂക്ഷിക്കണം. ഞാൻ ബ്ലേഡ് കട്ടർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തത്. എനിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് വേണ്ട, ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വേണ്ട ഒരു കുഞ്ഞ് ഷെൽഫ് പോലത്തെയാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഷെൽഫ് പോലത്തെയാണ്. ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. പിന്നെ ബോട്ടിലിൻ്റെ ഹാഫ് ലാസ്റ്റ് പീസ് വേണം. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബോക്സ് ഉണ്ടെങ്കിൽ ഇതും വേണം. അല്ലെങ്കിൽ 2 തീപ്പെട്ടി ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബോക്സ് ആയാലും കുഴപ്പമില്ല. അത് വേണം. അതായാലും കുഴപ്പമില്ല. നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് ചെയ്യുന്ന ഫസ്റ്റ് ഇത്രയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഒരു പെൻസിലെടുത്ത് കൂടെ എടുത്ത് ഇത്രയും വെച്ചിട്ട് നമുക്ക് ലൈൻ വരച്ച് കൊടുക്കണം. ലൈൻ വരച്ച് കൊടുക്കണം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പേ സ്കെയിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കട്ടറോ സിസേഴ്സോ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് കുഞ്ഞിങ്ങനത്തെ ഒരു വലിയ കട്ട് ചെയ്ത് കല്ലു ചേച്ചി വരയ്ക്കുന്ന ഒരു മഷ്റൂം ഹൗസ് ഉണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇതേപോലത്തെ 2 പീസാണ് വേണ്ടത്.
ഒരു പീസും കൂടി അതേപോലെ ചെല്ലണം കട്ട് ചെയ്തെടുക്കാം. ആ പീസ് നമ്മൾ ഇതേപോലത്തെ സ്ട്രെയിറ്റിലായിട്ട് ഇങ്ങനത്തെ കൂടി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ കൂടി എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതേപോലെ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ കട്ട് ചെയ്തു. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് പീസ് പേപ്പർ എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഗൈസ്, എൻ്റെ കൺട്രി ചിപ്സ് വരച്ച് പറയാൻ ഇതാണ്. ഇതിനെപ്പറ്റി പറയുക. അടുത്ത വടം വരയ്ക്കാൻ പോകണോ? ഗൈസ്, അവർ അടുത്ത വടം വരയ്ക്കാൻ പോകുന്നു. ഞാനിപ്പോൾ ഇവിടെ ക്രാഫ്റ്റിന് വിളിക്കാം. അപ്പം പകുതി പീസ് പേപ്പർ എടുക്കുക. പേപ്പർ എടുക്കാം. ഗൈസ്, അപ്പം ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഈ കാർഡ്ബോർഡ് പീസ് ആ പേപ്പറിൻ്റെ പോലെ ഉള്ളക്കിട്ട് ഈ കാർഡ്ബോർഡ് പീസ് താഴെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കണം. എന്നിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യുക. ഗ്ലൂ എടുക്കുക. അതിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഗ്ലൂ എടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ ഇതുണ്ട്, നമ്മൾ ഗം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുണ്ട് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. ഇങ്ങനെ ജസ്റ്റ് ഈ ഗം ഒട്ടിച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണെങ്കിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്യും. ചിലവർ അങ്ങനെ സ്റ്റിക്ക് ചെയ്യാതെ സിമ്പിൾ വേ ആണ് ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെയും കൂടി സ്റ്റിക്ക് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ച് ഇതില്ലേ പേപ്പറോടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാർഡ്ബോർഡ് പീസ് മാത്രമായിട്ട് ഒരു കുഞ്ഞി കാർഡ്ബോർഡ് ഇതേപോലെ സ്ക്വയറിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് സ്ക്വയറിലോ സർക്കിളിലോ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സൈഡിലായിട്ട് 2 ഇതേപോലെ സ്റ്റിക്ക് ചെയ്യണം. നമ്മളിനി ഇതിലെല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ആക്കി കൊടുക്കുക. സെറ്റ് ചെയ്യണം. ട്രയാങ്കിൾ ഷേപ്പിൽ വെക്കണം. ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്ത് വെക്കുക ഇതേപോലെ. എന്നിട്ട് കൊണ്ട് പോവാത്തൊരു രീതിയിൽ സ്റ്റിക്ക് ചെയ്യണം. ഞാൻ കുറേ വട്ടം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇത് ഇളക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചിട്ട് ഇതേപോലെ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് കുറച്ച് പേപ്പർ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പേപ്പർ ഈ ഗം ഒന്ന് വേഗം പേപ്പർ കൂടെ ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തു. നമ്മുടെ താഴെ വെക്കാൻ വേണ്ടി ബോട്ടിൽ പീസ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് വെച്ച് നോക്കി കൊടുക്കുക. പിന്നെ ഈ ഷെൽഫ് ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ തിരിക്കുന്ന ഇത്രയും വേണം. ഓക്കെ, നമുക്കപ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെ കുറച്ച് ഗ്ലൂ ഫിക്സ് ചെയ്യണം. കുറച്ച് ഇതേപോലെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. അത് വെക്കാം. ഈ സംഭവം കൂടി ഒട്ടിക്കണം. സൈഡിൽ
കുറച്ച് ഇത് ഗ്ലൂ എടുത്തിട്ട് ഇത് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒരു കുഞ്ഞു മക്ക പോലെ ഇത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇതേപോലെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചെടുത്ത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ കൈ തന്നെ വേണ്ടി വരും. സ്റ്റിക്ക് ചെയ്യുന്ന ഒരു പണി കിട്ടിയത് ഈ സൈഡിൽ കറണ്ട് പോയായിരുന്നു. അതുകൊണ്ട് ബാക്കി വീഡിയോ തന്നെ ഞാനിപ്പോൾ പറയാം. ഇത് ഇതേപോലെ ഒരു കുഞ്ഞു പറ്റി നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ബോക്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആയാലും മതി. ഞാൻ രണ്ടെണ്ണം സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ സംഭവിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കളർ ചെയ്യണമെങ്കിൽ കളർ കൂടി ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ ഇതാണ് ഷാർപ്പർ ഇറേസർ എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കൂടി ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി കാണാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന ബെസ്റ്റ് ഐറ്റമാണിത്. അപ്പം നമ്മുടെ ഇത് നൈറ്റ് വ്ളോഗാണ്. പക്ഷെ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുന്നൊരു നൈറ്റ് വ്ളോഗിൻ്റെ ചെയ്യുന്ന ഒരു സംഭവം കാണിച്ച് നമുക്കിനി നൈറ്റ് വ്ളോഗിലേക്ക് നേരെ പോവാം. അതിന് മുമ്പ് ഞാനൊരു ടേബിൾ ജസ്റ്റ് നോക്കട്ടെ. ചെയ്ത് തീർന്നു. സമയമില്ല. ഇനിയും ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്നും വരും. ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടാവുന്നതാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. കുറേ ക്രാഫ്റ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ ടേബിളൊക്കെ ഒതുക്കി പിന്നെ ഇപ്പം ഞാൻ ചെയ്ത ക്രാഫ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലത്തെ ഇഷ്ടം പോലെ ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ ഷോർട്സിലൊക്കെ ഇടാവുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് ഇതിൻ്റെ വീഡിയോ അയച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ രാത്രി കഴിക്കാൻ പോകുന്ന നല്ലത് ബിരിയാണി. ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ കഴിക്കാനാണ് ഇത്രയും ബിരിയാണി. ഇത്രയൊന്നും കഴിക്കത്തില്ല. ഇത്രയും ബിരിയാണി, ചിക്കൻ ഒറ്റ പീസ്, കുറച്ച് സലാഡും കൂടി ഉണ്ട്. കഴിക്കാം. ഞാൻ കഴിച്ചില്ല. കൊള്ളാവാം. ഇത് കഴിച്ചിട്ട് വേണം ഗായ്സ് നമുക്ക് നടക്കാൻ പോവാം. അപ്പൊ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നടക്കാൻ പോവാണ്. നടക്കാൻ പറ്റും. ലൈഫ് കൊടുക്കും. നമ്മളപ്പോ പോവും. നടക്കാൻ പോന്നെ കൂടെ എനിക്കൊന്ന് ചാടാം. ഇവിടെ ചൂടിടണം. ക്ലിയർ ആണെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ കണ്ടോ. ഇതാണ് ബ്രിഡ്ജ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ബ്രിഡ്ജ് ഇതാണ്. ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പട്ടികൾ വേണം പറയാനൊക്കെ രാത്രിയില്ല. തൊമ്മനും കൂടി ഉണ്ട് ഇവിടെ. ബഹളം കേട്ടാൽ തീരല്ല. മുളിക്കാതെ
ഇവിടെ ഫുൾ റോഡിൻ്റെ പണി കാരണം കല്ലൊക്കെയാണ്. റോഡ് കുഴിച്ചിട്ട് നേരെ വെക്കണം. ഇവിടെ വെച്ചൊരു ഡാൻസ് എടുക്കണം. നൈറ്റ് ടൈം പ്രൊജക്റ്റ് ചെന്നിട്ടിരിക്കണം. വേറെ ഒരു കളി കളിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അങ്ങോട്ട് പോവാ, ദുരുണ്ട് വീഴും. ഞങ്ങൾ നടന്നു കയറുന്നു. മഴ ചാറിയപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് മഴ കിട്ടുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ നമ്മൾ ഡാൻസ് റീൽ ഒരെണ്ണം എടുക്കാനിരുന്നാണ്. പക്ഷേ മഴ പെയ്തത് കൊണ്ട് നമുക്ക് പറ്റിയിലെടുക്കാൻ. നമ്മൾ നാളെ എടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ ആയിരിക്കും കേട്ടോ പറയാനൊക്കെ. അതിൻ്റെ മഴ പെയ്തേ ഉറങ്ങാൻ കിടക്കുകയാണ്. പിന്നെ കാണാം. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.